നല്ല ഭംഗിയുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പലഹാരം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഇതേപോലെ ഷേപ്പൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും, എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന്. പക്ഷേ ഇതേപോലെ ഷേപ്പ് കൊടുത്തിട്ട് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആ ഷേപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങളത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയാക്കി ചാനലിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കുറഞ്ഞ ചിലവ് വെച്ചിട്ട് ബർത്ത്ഡേ കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കണ വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോ വേണ്ടിയിട്ട് കണ്ടു നോക്കാം, അതും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ ഈ ആഴ്ചയിലെ വീക്കെൻഡ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കേവിൻ്റെ ഉള്ളിൽ പോയിട്ട്, സാധാരണ ഒരു കുഞ്ഞു കേവ് ഒന്നല്ല കേട്ടോ, 100 അടി താഴ്ചയുള്ള കേവ്. സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ഓരോ കിണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 അടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര താഴ്ചയുള്ള വലിയ കിണറുകളായിരിക്കും. ഇത് 100 അടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര താഴ്ചയുടെ ഉള്ളിലേക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളുള്ള വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ വീഡിയോസുകൾ ചിലപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കൊട്ട് സമയങ്ങൾ തന്നെ നമ്മുടെ നല്ല ഭംഗിയുള്ള ഇതിന് ഞാൻ പൂവപ്പം എന്നുണ്ടാവും, നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. അത് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml മെഷീൻ കപ്പിൽ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും, അപ്പോൾ രണ്ടും കൂടിയിട്ട് 1 കപ്പ്, 250 ml മെഷീൻ കപ്പിൽ കേട്ടോ, പാലും വെള്ളവും കൂടിയും കൂടിയിട്ട് 1 കപ്പ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ഒരുപാട് ചൂട് പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും കൂടിയും ചേർന്ന് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ടേബിൾ സ്പൂണിലല്ല ചേർക്കേണ്ടത്, ടീസ്പൂണിൽ. നമ്മൾ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, ആ ഈസ്റ്റ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അടുത്തത് നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 250 ml മെഷീൻ കപ്പിൽ 2.5 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ നമുക്ക് മൈദപ്പൊടി എന്ന് പറഞ്ഞിട്ട് കിട്ടുള്ളൂ. ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടിനെ ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ. ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ നമ്മൾ ഇന്ത്യൻ കടയിലല്ലാണ്ട് വേറെ കടയിലേക്ക് പോയിട്ട് നമ്മൾ മൈദപ്പൊടി എന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. അവിടേക്ക് ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടാം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ 2.5 കപ്പ് മൈദപ്പൊടി ചേർക്കുക. അത് കുറേശ്ശെ ഇതേപോലെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. കറക്റ്റ് അളവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് നിങ്ങളങ്ങോട്ട് ചേർത്തോ. അളവിൽ അങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും, ചിലപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. എങ്ങനെ നിങ്ങൾ എടുക്കുന്ന അളവിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇളം ചൂടുള്ള കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. ഭയങ്കര ലൂസായി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മൈദപ്പൊടി ചേർക്കുക. പക്ഷേ എല്ലാവരും കറക്റ്റ് അളവിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിലേക്ക് നമുക്ക് 2.25 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കണം. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ കോൺ ഓയിലോ ഒലിവ് ഓയിലോ എന്തോ ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ഓയിൽ വേണ്ട ബട്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറും ചേർക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണുള്ളൂ, കൈയുടെ ഉള്ളിലേക്കൊന്നും ആയിട്ടൊന്നുമില്ല. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇപ്പോൾ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2.25 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ. ഇനി നമ്മുടെ ഇതിനകത്ത് 1/4 ടേബിൾ സ്പൂണിൻ്റെ ഇതുണ്ടല്ലോ, സ്പൂൺ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഈ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് കിടക്കരുത്. ഇത് നന്നായിട്ട് നമ്മൾ ഇതങ്ങനെ നന്നായിട്ട് ഇത് കൈയുടെ അടിഭാഗം വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഓയിലും ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്നിട്ട് നല്ല സോഫ്റ്റ് ബോളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമുക്കിത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒന്നും കൂടി ഒന്ന് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക.
ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല എളുപ്പമായിരിക്കും. കാരണം ഇതിനകത്ത് നമ്മൾ ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചേർത്തുണ്ടല്ലോ. ഇപ്പോൾ നോക്കിക്കേ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ നോക്കിക്കേ ഈ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുഴയ്ക്കുമ്പോൾ ജസ്റ്റ് നമ്മളിതേ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്താം. അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്താം. അതാ ഇങ്ങനെ ഈ കൈയുടെ അടിഭാഗം വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പരത്താം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വരണം. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറിനുള്ളിൽ റെഡിയാവും. നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം കൂടുതൽ എടുക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ബാറ്റർ നല്ല സോഫ്റ്റായിട്ട് ഇതാ നോക്കിക്കേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നമ്മുടെ മാവ് ഇതേപോലെ ഇങ്ങനെ വരണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വരണം. ഇത് ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് ഇടാൻ പോകണോടത്ത് ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് ഇതൊരു ബോളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് എടുക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കമത്തി വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് കൈ കൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് പരത്താം. ഇതിൻ്റെ ഉള്ള എയറൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. ഇതിങ്ങനെ അമർത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ബബിൾസൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എയറൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒന്ന് എയറൊക്കെ പുറത്തേക്ക് പോട്ടെ. ചെറിയ ചെറിയ ഇങ്ങനെ കൊമ്മളകൾ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് ചെറുത് കുഴപ്പമില്ല. വലുതൊക്കെ വരുമ്പോൾ ഒന്ന് അമർത്തിയിട്ടൊന്ന് പൊട്ടിച്ചോ. ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ഈസ്റ്റ് നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ മാവ് ഇങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്യണം. നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ, അപ്പോഴൊക്കെ ഇതേപോലെ തന്നെ ചെയ്യണം. ഇനി നമുക്കിതിനെ ഇതേപോലെ തിരിച്ച് വയ്ക്കാം. ഇതാണല്ലോ ശരിക്കും നല്ല വശം. നോക്കിക്കേ നല്ല സോഫ്റ്റായിട്ട് നല്ല എന്താ പറയുക ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് പതുക്കെ ഇതേപോലെ ഒന്ന് റോൾ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കുറച്ചൊന്ന് നീട്ടിയെടുത്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഇനി ഓരോ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഒരു പീസ് എടുക്കാം. അത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ ഇത് കുഞ്ഞു പീസാണല്ലോ. അപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിച്ചിട്ട് ഒരു റൗണ്ട് ഒരു ബോൾ പോലെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എടുക്കുക. അടിയിൽ ഇങ്ങനെ കുഴിക്കുന്നത് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഇതേപോലെ ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണെടുക്കുക. വേണ്ടത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ അടിയിൽ വെക്കുന്ന ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ബോൾ വയ്ക്കും. കൈ കൊണ്ട് ഇതേപോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതേപോലെ ഒന്ന് പരത്തുക. അതിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പരന്നു പോവില്ല. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ചെറുതായിട്ട് മാത്രമേ അത് പരന്നു വരുള്ളൂ. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ പരത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ട് ഉരുട്ടണം. എന്നാൽ മാത്രമേ അത് പരന്നു പോകുള്ളൂ. നമുക്ക് ഇത്രയ്ക്കാണ്ട് പരത്തിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നോക്കിക്കേ ഒരു ഗ്ലാസിൻ്റെ ഒരു അടിഭാഗമാണ് എടുത്തേക്കുന്നത്. ഇങ്ങനത്തെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്ത് ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഗ്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ, ഇതേപോലത്തെ ഗ്ലാസ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ മൂടി ഉണ്ടല്ലോ, ഭയങ്കര ഇതുള്ള വീതിയുള്ളത് വേണ്ട, ഇത്രയ്ക്ക് വലിപ്പമുള്ളത് അങ്ങനത്തെ ഒരു ഗ്ലാസ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതാണ് എടുക്കണത്. ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലത്തെ ഗ്ലാസ് ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് വലുപ്പമില്ലല്ലോ, ഇങ്ങനത്തെ ആയിരുന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൻ്റെ ഒരു മൂടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലത്. കുറച്ച് ഓയിൽ ബട്ടർ എന്തെങ്കിലും ഒന്ന് തൂത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇത് അമർത്തി കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന്. അല്ലെങ്കിൽ ചിലപ്പോൾ മാവ് അതുമ്പോൾ പിടിച്ചിരിക്കുമല്ലോ, ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഗ്ലാസ് വയ്ക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അടിയിലേക്ക് നന്നായിട്ട് ഇങ്ങനെ അമർത്തുക. അവിടെ ഇരിക്കട്ടെ, എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഓരോ പീസായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യാനാണ് പോണത്. അപ്പോൾ ഒരുപാട് അടുപ്പിച്ചിട്ട് കട്ട് ചെയ്യരുത്. ഇതാ നോക്കിക്കോ. എല്ലാവരും കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ. ഇത് ഇപ്പോൾ അത്രയ്ക്കാണ്ട് ഒരു ഭംഗിയുള്ള ഷേപ്പിലല്ലല്ലോ ഇരിക്കുന്നത്. ഈ നമുക്ക് ഇതിനൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്തേക്കണേൻ്റെ ഈ രണ്ട് സൈഡിൽ നിന്നും
ഇതങ്ങനെ പിടിച്ചിട്ട് ഒരുമിച്ച് ഇതങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഒരു പൂവിൻ്റെ ഒരു പെറ്റൽസ് പോലെ നമുക്ക് അങ്ങനത്തെ ഒരു ഷേപ്പ് വരും. എന്നിട്ട് അവിടെ ഒന്ന് നല്ല ഭംഗിയാക്കിയിട്ട് ഒന്ന് ഷേപ്പാക്കാം. ഒന്ന് പതുക്കെ ഒന്ന് ആ എൻഡിലൊന്ന് നീട്ടി കൊടുത്തിട്ട് ഒന്ന് ഭംഗിയാക്കാം. അപ്പോൾ എവിടെയെങ്കിലും അവിടെ വിട്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അത് വിട്ടു പോന്നോട്ടെ. അപ്പോൾ ഈ 2 സൈഡിൽ നിന്ന് വേണം കേട്ടോ അതിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതാ ഞാൻ കൊണ്ടുവന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഇരുന്നോളൂ. ഞാൻ നോക്കിക്കേ. അപ്പോൾ എല്ലാവരും നമ്മൾ കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലാസ് നമുക്ക് പൊന്തിച്ചെടുക്കാം. ഇതാ നമുക്കത് ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബേക്കറി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേറെ ഒരു സാധനം കൂടിയിട്ട് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല. ഇത് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പഞ്ചസാര അതിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് സിനമൺ പൗഡർ എടുത്തിട്ടുണ്ട്. സിനമൺ പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറുകപ്പട്ട ഉണ്ടല്ലോ, കറുകപ്പട്ട പൊടിച്ചെടുത്തത്. അത് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് ഒരുപാട് ചേർക്കണ്ട. രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് റെഡിയാക്കിയിട്ട് വെക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിലും പൊടിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ പതുക്കൊന്ന് കുറച്ച് വെച്ചോ. കാരണം ഇത് ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും നമുക്ക് ശരിക്കാണ്ട് റെഡി ആക്കിയിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ ഒരു ഫ്ലവർ എടുക്കുക. ഇത് നമ്മൾ ഈ ബട്ടർ പേപ്പർ പാടി കേട്ടോ നമ്മൾ ഓയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. പതുക്കെ വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ബട്ടർ പേപ്പർ മാറ്റിയെടുക്കണം. തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടാം. തീ ഒരു സമയത്തും ഭയങ്കരമായിട്ട് കൂട്ടി വയ്ക്കരുത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചോട്ടെ. നമുക്ക് തിരിച്ചിടാൻ പാടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഓയിലായിരുന്നാലും ചെറിയ ചെറിയ തളകളാണ് വരണുള്ളൂ. കാരണം തീ അത്രയ്ക്കാണ് ഞാൻ കുറച്ച് വെച്ചേക്കുന്നത്. ഈ വറുത്തെടുത്തത് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഈ പഞ്ചസാര ഇതേപോലെ ഇങ്ങനെ കോട്ടിങ് കൊടുത്തോട്ടെ. അപ്പോൾ നമ്മൾ ഓയിലിലേക്ക് ഇടാൻ പോണതിന് മുമ്പ് ഷേപ്പ് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഒന്നത് ഇതേപോലെ ഈ എൻഡിൽ ഇതേപോലെ ഒന്ന് ഷേപ്പ് ഒന്ന് ആക്കി കൊടുത്തോട്ടോ ഓരോന്ന് എടുക്കുമ്പോഴും. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ഇതേപോലെ നന്നായിട്ട് മൊരിയിച്ച് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. പിന്നെ ഓയിലിലേക്ക് നമ്മളിത് ഇടുമ്പോഴായിരുന്നാലും പതുക്കെ വേണോട്ട് ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ മേത്തേക്ക് ഓയിൽ തെറിക്കും. പിന്നെ തിരിച്ച് ഇടുമ്പോൾ ഒരു സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഒരു ഗോൾഡൻ കളർ അടിയിൽ ഇങ്ങനെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് വരും. പിന്നെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയും വേണം. അപ്പോഴായിരിക്കും അത് നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ടാവുക. ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പഞ്ചസാരയും പിന്നെ സിനമൺ പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് വെതറി കൊടുക്കുക. അത് ചൂടാറുന്നതിന് മുമ്പ് വെതറി കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുറേ ഐഡിയകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ ജാമോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫില്ലായിക്കോളും, ജാമായിരുന്നാലും ചോക്ലേറ്റ് ആയിരുന്നാലും. ഇത് ഞാൻ തുറന്ന് കാണിക്കാം നിങ്ങളെ. പിന്നെ ഇതിൻ്റെ ഈ മുകളിലുണ്ടല്ലോ, ഇവിടെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ജാമും തേച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു കളർഫുള്ളായിട്ടിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്ക് നടത്തണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് വയ്ക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൂ, കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. അപ്പോൾ ഈ പഞ്ചസാര പനി അല്ല, പഞ്ചസാര പൊടിച്ച് വെച്ച് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ വെതറി കൊടുക്കണം കേട്ടോ നിങ്ങളെ. ഇതാ അതിൻ്റെ ഉള്ളിൽ നോക്കി നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുക. ആസ്പിൻ എവിടെ നിന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവരെല്ലാവരും സ്കൂളിൽ പോയി. ഇന്ന് അവർക്ക് ക്ലാസ് ഉണ്ട്, അവർക്ക് 1.5 വെച്ച ക്ലാസ്. ഇന്നിപ്പോൾ ആസ്പിൻ തന്നെ. അപ്പോൾ ആസ്പിൻ്റെ കളിക്കുന്ന സാധനങ്ങളത്. ആൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഉറക്കാവും കേട്ടോ. ഈ ഇങ്ങനത്തെ കളിക്കുന്ന സാധനങ്ങൾ കുറേ ഉണ്ട്. ഇത് ഇവനിവിടെ ആരും ഇല്ലാണ്ടാകുമ്പോൾ ബോറടിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും. അതവന് ഭയങ്കര ഇഷ്ടമാണ്. അതാ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര രസമാണ് എൻ്റെ കാര്യങ്ങൾ. അതാ കൊണ്ടുപോകണം. അതാ കൊണ്ടുപോയി ആ ഭക്ഷണത്തിൽ കൊണ്ടുവന്ന് അവിടെ ഇടും. അതാണ് പുള്ളിക്ക് ഇഷ്ടമുള്ള പരിപാടി. ഞാൻ അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്.